ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏതാനും കണ്ടൻറ് മേക്കിംഗ് ടിപ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് അത്ര പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ ഒരു കണ്ടൻറ് മേക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടൻറ് കൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ ചെയ്തത്, അല്ലാതെ എനിക്കത് ടെക്നിക്കൽ സൈഡ് അത്ര വശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ, നിങ്ങൾക്ക് കോടികളൊക്കെ കിട്ടി തുടങ്ങിയല്ലോ. അങ്ങനെയൊന്നും അല്ല. ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് അങ്ങനെ തുടക്കത്തിൽ കോടികളൊന്നും കിട്ടുമെന്നില്ല. നമ്മളൊരു സാധാരണ വ്ളോഗറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് പിന്നെ $100 എത്തുമ്പോഴത്തേക്കും അത് നമുക്ക് കയ്യിൽ തരും. $100 എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് 10,000 രൂപ അത്രയൊക്കെ വരത്തുള്ളൂ. അത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് വലിയ എമൗണ്ടാണ്. ഇപ്പം അല്ലാതെ കോടിക്കണക്കിന് രൂപയൊന്നും നമുക്ക് ഉടനടി ഒന്നും കിട്ടത്തില്ല. കിട്ടുന്ന ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു സാധാരണ വ്ളോഗറിന് അതൊന്നും കിട്ടില്ല. അപ്പോൾ കണ്ടൻറ് മേക്കിംഗ് ടിപ്സിൽ എനിക്ക് ആദ്യം പറഞ്ഞു തരാനുള്ള കാര്യം, നമ്മളുടെ കണ്ടൻറ് യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ഇൻ ദ സെൻസ്, നമ്മൾ ഒരുപാട് വ്ളോഗ് കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ റെഫറൻസോ എടുക്കാം. പക്ഷേ അത് നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് അഡാപ്റ്റ് ആകുന്നത് എന്നുള്ള രീതിയിൽ സെറ്റാക്കിയിട്ട് നമ്മളതിൻ്റെ അതാണ് കാണിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവർ ചെയ്യുന്ന മാതിരി തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പുതുമയൊന്നുമില്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരുപാട് കുക്കിംഗ് ചാനൽസൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. കുക്കിംഗ് ചാനൽ നമ്മൾ ഒരു കുക്കിംഗ് ചാനൽ കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ ചാനൽ നോക്കുമ്പോഴത്തേക്കും അവിടെയും സെയിം റെസിപ്പി തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിലൊരു യൂണിക്നെസ് ഒന്നുമില്ല. അത് പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് കോപ്പി അടിയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരിക്കലും കോപ്പി അടിക്കാൻ പാടില്ല. കോപ്പി അടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ വ്യൂസൊന്നും കിട്ടത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്ന ആൾക്കാരാണ്. അവർക്ക് മനസ്സിലാവും ഇത് നമ്മൾ കോപ്പി അടിച്ച കണ്ടൻറ്റാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരിക്കലും പോകാതിരിക്കുക. പിന്നെ വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ജെന്യുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സംഭവം ചെയ്താലും അതിലൊരു ജെന്യുവിനിറ്റി കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. അതാണ് വേറൊരു പോയിന്റ്. പിന്നെ വേറെ ഒന്ന്, ഒരു നിഷ് മസ്റ്റായിട്ട് കണ്ടെത്തുക. നിഷെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം കുക്കിംഗ് അത്ര ഒരു താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് അത്ര എന്താ പറയുക ചെയ്യാത്തതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വീട്ടമ്മയാണ്. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനെ എക്സ്പെർട്ട് കുക്കെന്നൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ബോറടിക്കും. അപ്പോൾ എനിക്കതിൽ അങ്ങനെ വലിയ പരീക്ഷണങ്ങൾ നടത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബ് അങ്ങ് ഡെഡാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ താല്പര്യം, ഇപ്പോൾ നിങ്ങൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് എൻ്റെ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, പിന്നെ അല്ലെങ്കിൽ ടീച്ചിങ് ആണ്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗുകളൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യും. പിന്നെ കണ്ടൻറ് മേക്കിംഗ് ആണ് എൻ്റെ. അപ്പോൾ കണ്ടൻറ് മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ് ചെയ്യാനാണ് എനിക്ക് എല്ലാ കാലത്തും ഇഷ്ടം. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന കാലത്തും ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ചാനലിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ നിങ്ങളൊരു പർട്ടിക്കുലർ നിഷാക്കി മാറ്റിയിട്ട് അതിൽ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്യുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, എംഫോടെക് എന്ന് പറയുന്ന ചാനൽ, അവർ കൂടുതലും ടെക്നിക്കൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കുഞ്ഞു സംഭവങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിഷ് അതാണ്. ഇപ്പം സുജിത് ഭക്തൻ്റെ ഇത് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ട്രാവലിങ് അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നിഷ് അതാണ്. പിന്നെ കുക്കിംഗ് ഇപ്പം ഒരുപാട് കുക്കിംഗ് ചാനൽസ് ഉണ്ട്. ഇപ്പം പിന്നെ കുക്കിംഗ് ചാനൽ ഒരുപാട് തന്നെ പറയാം, ഷമീസ് കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് കുക്കിംഗ് ആണ് അവരുടെ താല്പര്യം, അതാണ് അവരുടെ നിഷ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ നിഷ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള
കണ്ടൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനങ്ങനെ ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുത്തിയിരിക്കാറൊന്നുമില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു ടോപ്പിക്ക് ഇത് നല്ലതാണല്ലോ എന്ന് തോന്നുന്നതായിരിക്കും ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുന്നത്. ഈവൻ ഈ ടോപ്പിക്ക് പോലും ഞാൻ എൻ്റെ മനസ്സിൽ ശരി കണ്ടൻറ് മേക്കിങ്ങിനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പം ഞാൻ കണ്ടൻറ് റൈറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ കണ്ടൻറ് പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ആ മേഖലയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്തും. പിന്നെ അടുത്ത ടിപ്പ് പറയാനുള്ളത്, വ്യൂസ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് വീഡിയോ ഇടുന്നത് നിർത്താൻ പാടില്ല. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും, എനിക്ക് 100 വ്യൂവേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ അത്ര കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ചാനൽ നിർത്തും. ഇപ്പോൾ ചാനൽ നിർത്തി കഴിഞ്ഞാൽ അവർ തുടങ്ങുന്നത് ചിലപ്പം വേറെ ആരെങ്കിലും തുടങ്ങി അതുകൊണ്ട് എനിക്കും ചാനൽ തുടങ്ങണം എന്നുള്ള ഇൻറ്റൻഷനിലായിരിക്കും. അങ്ങനെ തുടങ്ങാൻ പാടില്ല. ഇപ്പം ഞാനിപ്പോൾ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുടങ്ങിയതും ഇതുപോലെ എനിക്ക് കാനഡയിൽ പോയിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു റൈറ്ററായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു കണ്ടൻറ് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ എനിക്ക് റൈറ്ററായിട്ട് പെർഫോം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്നത് യൂട്യൂബായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ജോലി അതായിരുന്നത് കൊണ്ടാണ് ഞാനത് തുടങ്ങി എനിക്ക് ആദ്യം കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കുഴപ്പമില്ലടോ, നല്ല രസമുണ്ട്, താൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. പതുക്കെ പിന്നെ കണ്ടൻറ് ചെയ്യുന്നത് കൂടിക്കൂടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ തുടക്കത്തിലൊന്നും എൻ്റെ വ്യൂസ് ഒന്നും നോക്കിയിട്ടേ ഇല്ല. വ്യൂസിലൊന്നും അത്ര ഞാൻ ഫോക്കസ്ഡ് ഒന്നും അല്ലായിരുന്നു. നിങ്ങൾ കണ്ടൻറ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അല്ലാതെ നമ്മൾ ഒരു വീഡിയോ ഇട്ടു അത് പിന്നെ 100 ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടൻറ് ചെയ്യുന്ന ഒരിക്കലും നിർത്തരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡെഡ് ആകും. അതാണ് വേറൊരു ടിപ്പ് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത്, ഇതിനെ ഒരു പാഷനായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മളിപ്പം ചുമ്മാ ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരു ചാനൽ തുടങ്ങി അതുകൊണ്ട് ഞാനും തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് നമ്മളൊരു വേറൊരു ജോലി ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളൊരു കറക്റ്റ് പാഷനായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ തുടക്കത്തിൽ പിന്നെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് വ്ളോഗിങ് പറയുന്നത് എൻ്റെ ഒരു പാഷനായിട്ട് മാറി ഞാൻ നിരന്തരം വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടും കൂടാണ് നമുക്ക് വേഗം ഈ പറയുന്ന 4000 വാച്ച് അവർ കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. കാരണം ആൾക്കാർ പറയുന്ന പോലെ പോയി പണിയെടുക്കടാ, പിന്നെ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കടാ എന്ന് പറയുന്നൊരു കാലം മാറി. ഇപ്പോൾ ആൾക്കാർക്കറിയാം യൂട്യൂബ് എന്ന് പറയുന്നൊരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ അതിൽ അത്യാവശ്യം നമ്മൾ മെനക്കെട്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടും എന്നുള്ളത് മിക്കവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പാഷനായിട്ട് കൺസിഡർ ചെയ്യുക, നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള കണ്ടൻറ് മേക്കിംഗ് ടിപ്സ്. ആധികാരികം മറ്റേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വേറെ വ്ളോഗുകളിലൊക്കെ നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗിമിക്സുകളൊന്നും ഉപയോഗിക്കാണ്ട് പിന്നെ 4000 വാച്ച് അവറൊക്കെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ ഈ പറയുന്ന മാതിരി നിങ്ങൾ ഒരിക്കലും ഇൻഓർഗാനിക് റീച്ചിൻ്റെ പുറകിന് പോകരുത്. മാക്സിമം നിങ്ങളുടെ ചാനലിലേക്ക് ഓർഗാനിക് റീച്ചിന് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾ ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്ന ഒരാൾ പോലും ഇൻഓർഗാനിക് ആയിട്ട് വന്നതല്ല. ഇൻഓർഗാനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് ബോട്ട് വഴിയിട്ട് പിന്നെ ചെയ്യുന്നതിനാണ്, പിന്നെ ലൈക്സും വ്യൂസും ഒക്കെ കൂട്ടുന്നതിനാണ് ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള എല്ലാവരും ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അതെല്ലാം ഓർഗാനിക് റീച്ചാണ്. അപ്പോൾ ഓർഗാനിക് റീച്ച് ആയിട്ടുള്ളത് മാത്രമേ ദീർഘകാലം നിലനിൽക്കത്തുള്ളൂ. നിങ്ങളൊരു കണ്ടൻറ് മേക്കർ അല്ലെങ്കിൽ വ്ളോഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് ദീർഘകാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഗാനിക് റീച്ചിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കൂടെ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.